കഴിഞ്ഞ ദിവസം സലീമേട്ടന്റെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുത്ത 2 പേര് പോയ എയറിലാണ്. ഒന്ന് ജയറാം, ഓവർ വിനയം. 2 ടിനി ടോം, കള്ളക്കരച്ചില്. 2 പേർക്കും നല്ല രീതിയിലുള്ള സൈബർ അറ്റാക്ക്, കുറെ കമന്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആദ്യം ജയറാമിന്റെ കാര്യം പറയാം. പുള്ളി ഓൾറെഡി ഈ അടുത്തിടെയായിട്ട് ഓവർ വിനയത്തിന്റെ പേരിൽ എയർ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ പിന്നെ എന്ത് ചെയ്താലും ആ ഒരു രീതിയിൽ ആളുകൾ കാണും. കഴിഞ്ഞ ദിവസം സലീം കുമാറിനെ കാണാൻ വേണ്ടിയിട്ട് ജയറാം വന്ന സമയത്തുള്ള വീഡിയോ ഞാനത് വെക്കാം. ഇതിന്റെ കമന്റ് സെക്ഷനിൽ വന്ന കുറച്ച് കമന്റ്സ്. ഇപ്രാവശ്യം നാട്ടുകാരെ കാണിക്കാൻ വന്നു, അല്ലെങ്കിൽ നേരമില്ല, അഭിനയ വിനയൻ, വേഷങ്ങൾ ജന്മങ്ങൾ, ജയരാമൻ ആരാ മോൻ, ഇങ്ങനെ കുനിഞ്ഞാൽ മുഖം തറയിൽ മുട്ടില്ലേ, ഞാൻ ഒറിജിനലായിട്ട് വിതുമ്പിയതാടാ എന്ന് പറയേണ്ട അവസ്ഥ ആയല്ലോ. ശ്രീനി സാർ മരിച്ചപ്പോ തിരിഞ്ഞു നോക്കാത്ത കക്ഷി, ഇദ്ദേഹത്തിന്റെ വിതുമ്പൽ പോലും നാടകമായി തോന്നുന്നു. ഇവൻ ഇനി ഇതിന്റെ പേരിൽ എന്തെല്ലാം കഥകൾ ഇറക്കുമെന്ന് ദൈവത്തിനറിയാം. വിനയകുമാരൻ, മേട്ടൻ വിനയം കൊണ്ടും സങ്കടം കൊണ്ടും അങ്ങ് അഭിനയിച്ച് തകർക്കുകയാ. കൂടുതൽ കുനിയണ്ട, നട്ടല് കേടാവും. ശ്രീനിയേട്ടൻ മരിച്ചപ്പോൾ എവിടായിരുന്നു? ഇപ്പോൾ തിരക്കില്ലേ? എല്ലാം ഇയാളുടെ അഭിനയമാണ്. വിനയം ലോഡഡ്. ഹോഫ്, ഭയങ്കര വിതുമ്പലായിപ്പോയി. ഈ വീഡിയോ അടിയിൽ വരുന്ന ഏതാണ്ട് 90% കമന്റ്സും ഇത്തരത്തിലാണ്. ജനങ്ങൾ ഇങ്ങനെ ഇദ്ദേഹത്തെ കളിയാക്കുന്നതിൽ അല്ലെങ്കിൽ വിമർശിക്കുന്നതിന് ഒരു കാരണമുണ്ട്. പുള്ളിയുടെ പുതിയ സിനിമയാണ് പരിമള ആൻഡ് കമ്പനി എന്ന് പറയുന്ന പടം. തമിഴ് പടമാണ്. നമ്മൾ ട്രെയിലർ കണ്ട വലിയ തിരിച്ചുവരവാകുമെന്ന് വിചാരിച്ചു, പക്ഷെ പടം പട്ടിപ്പടമാണ്. ഈ പുതിയ പടത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം തമിഴ്നാട്ടിൽ കുറച്ച് ഇന്റർവ്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കാട്ടിക്കൂട്ടിയ കുറെ കലാപരിപാടികൾ, കുറെ കള്ളങ്ങൾ, ഓവർ വിനയം വാരി വിതറുന്ന പരിപാടി. ഇത് കാരണം പുള്ളി ഓൾറെഡി ഏറി നിൽക്കുകയാണ്. അതിന്റെ ബേസിസിലാണ് മലയാളികൾ ഇപ്പോഴത്തെ ഇദ്ദേഹത്തിന്റെ ഈ വിനയവും കാണുന്നത്. ജയറാമിനെ പണ്ട് മുതൽക്കേ നമ്മൾ കാണുന്നതാണ്. ഏത് പ്രോഗ്രാം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും മറ്റ് ഒരു നടന്മാർക്കും ഇല്ലാത്ത തരത്തിലുള്ള ഒരു പ്രത്യേകതരം ഓവർ വിനയം ജയറാം എല്ലായിടത്തും വാരി വിതറാറുണ്ട്. പുള്ളി അങ്ങനെ തന്നെയാണ് എന്നുള്ള തരത്തിൽ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തങ്ങ് വിട്ടു. കേരളത്തിലായിരുന്നു ഇത്ര നാൾ കിടന്ന് കാട്ടിക്കൊണ്ടിരുന്നത് അതുകൊണ്ട്. പക്ഷെ ഇദ്ദേഹം സൗത്തിലേക്ക്, തമിഴ്, കന്നഡ, തെലുങ്ക് ആ സിനിമകളിലേക്ക് ചേക്കേറിയപ്പോഴത്തേക്ക് ഇവിടെ കിടന്ന് കാട്ടിക്കൂട്ടിയതിന്റെ ഒരു 100 ഇരട്ടി വിനയം അവിടെ വാരി വിതറാൻ തുടങ്ങി. വിനയം കാണിച്ച് തമിഴന്മാരെ ഒരുമാതിരി സോപ്പിടുന്ന പരിപാടി. കുമ്പിടലാണ് പുള്ളിയുടെ പ്രത്യേകത. ജസ്റ്റ് ഒന്ന് കുനിയുന്നതിന് പുള്ളി 90 ഡിഗ്രി കുനിഞ്ഞു നിൽക്കും. തമിഴ്നാട്ടിൽ ചെന്നപ്പോഴത്തേക്ക് 90 ഡിഗ്രി മാറി 180 ഡിഗ്രി ആയി. ഇതെല്ലാം കൂടെ കാണുമ്പോഴത്തേക്ക് മലയാളികൾ പറയാൻ തുടങ്ങി, ജയറാം ഉടായിപ്പാണ്, ഇത് അഭിനയമാണ്, റിയൽ ലൈഫിലും ആക്ടിംഗ് ആണ് പുള്ളി കാട്ടിക്കൂട്ടി. ഈ അടുത്തിടെ ഇറങ്ങിയ പുള്ളിയുടെ മറ്റേ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇന്റർവ്യൂ, ഈ ഇന്റർവ്യൂ എടുക്കാൻ വരുന്നത് ശിവാജി ഗണേശന്റെ മകനാണ്. അച്ഛന്റെ അതേ സൗണ്ട് തന്നെയാണ് മകനും കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ യേശുദാസിന്റെ അതേ സൗണ്ട് ആണല്ലോ വിജയ് യേശുദാസിന് ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാണല്ലോ കിട്ടിയിരിക്കുന്നത്. അപ്പം ഒരു പോഡ്കാസ്റ്റ് ആണ്. അച്ഛൻ ജയറാം ഇദ്ദേഹത്തിന്റെ അടുത്ത് പറയാണ്, ആ സൗണ്ട് അച്ഛന്റെ അതുപോലെ അല്ലേ, അന്നേരം എന്നെ ജയറാമേ എന്തെങ്കിലും അദ്ദേഹത്തിന്റെ സൗണ്ടിൽ ഒന്ന് വിളിക്കുവോ? ആ വീഡിയോ ഞാനൊന്ന് വെക്കാം, നിങ്ങളൊന്ന് കാണും. ரொம்ப சந்தோஷம் சார். முதல்ல நான் ஒரு ரிக்வெஸ்ட் கேட்கலாமா? என்ன சார்? ஆரம்பிக்கிறதுக்கு முன்னாடி. என்ன சார் சொல்லுங்க. இல்ல, இது எனக்கு கிடைச்ச ஒரு பெரிய வரப்பிரசாதம். அது காரணம், உங்க முன்னாடி உட்காந்து இன்டர்வியூ பண்ண முடியறது, அதுக்குள்ள இந்த டேபிள் உட்கார முடியறது, அதெல்லாம் ரொம்ப பெரிய பெரிய விஷயம். நான் சின்ன வயசுல இருந்து இந்த மிமிக்ரி எனக்கு ரொம்ப பிடிச்சிரு விஷயம். ஆமா நிறைய சார். ப்ரொஃபஸர் மாதிரில நான் மேடையில ஆமா, அது காட்டியிருக்கேன். கேள்வி இருக்கு. ஆனா அப்பா அவர் வாய்ஸ் வந்து கரெக்டா உங்களுக்கு தான் அப்படியே கிடைச்சிருக்கு. அப்படியே Thank you. நான் கண்ணை மூடிட்டு இருக்கேன். சும்மா நீங்க 2 வார்த்தை ஜெயராம் வாங்க அப்படி ஏதாவது ஒன்று சொல்றீங்களா? எனக்கு அதை கேட்டுட்டு இருக்கிறதுக்கு. ஜெயராம் வாங்க, ஜெயராம். ஜெயராம் வணக்கம் வாங்க. എക്സലന്റ്. കണ്ണ ഇതായിടുച്ചു. പുള്ളിയുടെ സൗണ്ട് കേട്ടിട്ട് 2 തുള്ളി വെള്ളം ജയറാമിന്റെ അങ്ങ് പോയി കണ്ണീന്ന്. പുള്ളി അവിടെ ഇരുന്നിട്ട് വാങ്ക ജയറാം, വാങ്ക ജയറാം എന്ന് പറയുമ്പോൾ ചെവി തപ്പി പിടിച്ചിരുന്ന് സൗണ്ട് കേട്ട് ഓവർ റിയാക്ഷൻ ഇടുന്ന ജയറാമിന്റെ അഭിനയമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. ഇത് കാണുന്ന ആരാണെങ്കിലും പറയും, തമിഴന്മാരാണെങ്കിലും പറയും, എന്തൊരു ഓവർ ആക്ടിങ്, എന്തൊരു വെറുപ്പിക്കലാണ് ഈ മനുഷ്യനെന്ന്. പറഞ്ഞ തെറ്റ് പറയാൻ പറ്റുമോ? പറ്റൂല. നിങ്ങൾ കണ്ടല്ലേ അത്. ഇത് കണ്ടിട്ട് ആളുകൾ ഇദ്ദേഹത്തെ കളിയാക്കിയാലും വിമർശിച്ചാലും തെറ്റ് പറയാൻ പറ്റൂല. അവരെ ഉള്ളതാണ് നമുക്ക് തോന്നും. എനിക്ക് തോന്നി. കാരണം കേരളത്തിൽ ഇന്റർവ്യൂ കൊടുക്കുന്ന പോലെയല്ല തമിഴ്നാട്ടിൽ. പുള്ളി
ഇരിക്കുന്നത് വരെ വിനയം വാരി തുളുമ്പിയാണ് ഇരിക്കുന്നത്. ഈ ഒരു ഇന്റർവ്യൂവിൽ ഇരിക്കുന്നതെന്ന് കാണണം, നിങ്ങൾ ഒന്ന് കണ്ടു നോക്ക്. ரொம்ப சூப்பர். ആ ഇരുത്തുണ്ടോ, നല്ല കുട്ടി മാതിരി കൈയൊക്കെ ഇങ്ങനെ വെച്ച് ടേബിളിന്റെ മേളിൽ വെച്ച് ഇങ്ങനെ. சார் எனக்கு பர்சனல் தாட் அதை பார்த்து എന്തുവാണ് ഇത്? ஐ தாட் யூ ஷுட் கெட் a national award for that. I'm telling you. വീണ്ടും 2-3 തുള്ളി വെള്ളം പോയിരിക്കുകയാണ് ജയറാമേട്ടന്റെ കണ്ണിൽ നിന്ന്. ഇത് നിങ്ങൾ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ ഇരുത്തവും നിപ്പും? പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും അലമ്പ് കാണിച്ചിട്ട് പ്രിൻസിപ്പളിന്റെ റൂമിൽ വിളിച്ചു വരുത്തി നിർത്തി പേരൻസിന്റെ മുന്നിൽ ഇരുന്ന് ആട്ടുന്ന സമയത്ത് പ്രിൻസിപ്പളൊക്കെ തൊലിയുരിയുന്ന വർത്താനം പറയുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ നിൽക്കുന്നത്. അയ്യോ പാവം അഭിനയിച്ച് നിൽക്കുന്നത്. നമ്മളവിടെ പാവം പോലെ ഇങ്ങനെ അഭിനയിച്ച് നിൽക്കും. എന്തിനാ? അതെങ്കിലും കണ്ട് പ്രിൻസിപ്പളിനൊന്ന് അലിവ് തോന്നി 2 അടി കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെയാണ് ജയറാമേട്ടൻ ഇന്റർവ്യൂവിൽ ഇരിക്കുന്നത്. ഇത് മാത്രമല്ല, വേറൊരെണ്ണോടെ കാണിച്ചു തരാം. നാടിനാട്ടം എല്ലാം മുടിച്ചാലും വീട്ടിൽ ഇതിനകത്ത് പുള്ളിക്ക് കുളിരാണ് ഗൈസ്, കുളിര്, പനിയാണെന്ന് തോന്നുന്നു. അതോ AC കൂടി പോയതാണോ? போனா எல்லாரும் இப்படி தானே சார். அது வந்து அது மேடம்கிட்ட அந்த மாதிரி வச்சுக்கலாம், நீங்கள் குழந்தைகள்கிட்ட நீங்கள் வந்து அது இல்லை நாங்கள்லாம் ஒரு ஃப்ரெண்ட்ஸ் மாதிரி தான். காளியும் மாளவிகா நாங்கள்லாம் കേരളത്തിലോട്ട് വരുമ്പോഴത്തേക്ക് ഇരിക്കുന്ന സ്റ്റൈലും ബാക്കി കാര്യങ്ങളൊക്കെ മാറും. പക്ഷെ തമിഴ്നാട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് കുനിഞ്ഞ് കുമ്പിടുന്ന തരത്തിലുള്ള ജയറാമിനെയാണ് നമ്മൾ കാണുന്നത്. അന്റാർട്ടിക്കയിൽ വെച്ചിട്ട് എടുത്ത ഇന്റർവ്യൂ ആണെന്ന് തോന്നുന്നത്. ഏട്ടൻ കൈയൊക്കെ കെട്ടി തണുത്ത് വിറച്ചാണ് ഇരിക്കുന്നത്. അത്രയ്ക്ക് ബഹുമാനമാണ് ഓപ്പോസിറ്റ് ഇരിക്കുന്ന അടുത്ത്. അതാ പറഞ്ഞത്, തമിഴ്നാട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് കുനിഞ്ഞങ്ങ് കുമ്പിടും പുള്ളി, താഴെ കിടന്ന് എഴയും. എനിക്ക് തോന്നുന്നു അമാരെ പേടിച്ചിട്ടായിരിക്കണം. പണ്ടൊന്ന് അമാര് പൊങ്കാലിട്ടുള്ളതാ. 2010 ഇദ്ദേഹം ഒരു TV പ്രോഗ്രാമിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, തമിഴ്നാട്ടിലെ സ്ത്രീകൾ കറുത്തവരും എരുമകളെ പോലെയാണ്. ഈ തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് അണ്ണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് അതൊരു വലിയ വിവാദമാവുകയും തമിഴന്മാർ കയറി പൊങ്കാലിടുകയും പിന്നെ മാപ്പൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കണം ഇപ്പൊ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അങ്ങ് സാഷ്ടാംഗം പ്രണമിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല, ഇൻബിൾട്ടായിട്ട് ഇങ്ങനെ തന്നെ ആയിരിക്കും. എന്നാലും ഇത് ഇച്ചിരി കൂടുതലല്ലേ? കേരളത്തിൽ വന്നപ്പോൾ ഇത്ര ഉണ്ടായിരുന്നില്ല, ഈ ഭീകരത ഇച്ചിരി കുറവായിരുന്നു. തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ ഇൻബിൾട്ട് ആണെങ്കിലും ഇങ്ങനെ കൂടുവോ? പിന്നെ നേരത്തെ വന്ന കമന്റ്സ് അത് കുറെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ശ്രീനിവാസന്റെ മരണത്തിൽ ഇദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല, സലീം കുമാറിന്റെ വന്നു എന്നുള്ള തരത്തിലുള്ള കുറെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ ജനങ്ങളുടെ മൈൻഡിൽ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് പുള്ളി എന്ത് കാട്ടിക്കൂട്ടിയാലും ഇപ്പം ഭയങ്കര ഒരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നത്. ഒന്നാമത് ഏറെ നിൽക്കാണ്. അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇപ്പോൾ ആ ഒരു മരണാനന്തര ചടങ്ങി വന്ന സമയത്ത് കമന്റ് സെക്ഷൻ അങ്ങനെ വരാനുള്ള കാരണം. പക്ഷെ ആ ഒരു വീഡിയോയിൽ പുള്ളിയുടെ ഒരു നോർമൽ സ്റ്റൈലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബാക്കി തമിഴ്നാട്ടിലെ പോലെ പോയി കിടന്ന് കുനിഞ്ഞങ്ങ് 180 ഡിഗ്രി ഉള്ള വിനയ പരിപാടിയൊന്നും ഇല്ലായിരുന്നു. റിയൽ ആയിരിക്കും ചിലപ്പോൾ. അപ്പൊ അതാണ് ജയറാമിനെ പറ്റി പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ ആള് ടിനി ടോം കരയുന്ന ഒരു വീഡിയോ, അതിന്റെ അടി വന്ന കുറെ കമന്റ്സ്. ആ വീഡിയോ ഞാനൊന്ന് വെക്കാതെ. ഈ വീഡിയോ അടി വന്ന കുറച്ച് കമന്റ്സ് ഞാനൊന്ന് വായിക്കും. ലോക അഭിനയം, നായിക്കാട്ടത്തിന് അഭിനയം വശമുണ്ടല്ലേ? പോട്ടെ, അഭിനയം പോരട്ടിനി, പ്രകസനമാണല്ലോ സജി. ടോപ്പ് അഭിനയം, വെറും പട്ടിഷോ. ദിലീപ് എന്ന നടന്റെ കൂടെ ഇനി അശോകേട്ടൻ മാത്രമേ ഉള്ളൂ. അല്ലാതെ രാത്രി മുഴുവൻ വൃത്തികേട് പറയുന്ന ഇവന്റെ കരച്ചിലോ തെണ്ടി, ഓവർ ആക്ടിങ്. ഇത്തരത്തിലുള്ള കുറെ കമന്റ്സ്, ഇതിനേക്കാളും മോശമായിട്ടുള്ള തെറി വിളിച്ചിട്ടുള്ള കമന്റ്സ് വേറെ ഉണ്ട്. ഇവന്റെ കരച്ചിൽ കള്ളത്തരമാണ്, അഭിനയമാണ് എന്നുള്ള രീതിയിലാണ് മെജോറിറ്റി ഓഫ് കമന്റും വരുന്നത്. ആളുകൾ ഇങ്ങനെ പ്രതികരിക്കാനുള്ള കാരണവും ഇപ്പൊ നിലവിൽ നടക്കുന്ന പ്രശ്നങ്ങളാണ്, ഈ അൺസിബിയായിട്ട് നടക്കുന്ന പ്രശ്നങ്ങളാണ്. കമന്റ് സെക്ഷനിൽ മറ്റു ചില ആൾക്കാർ പറയുന്നത് അത് പുള്ളിയുടെ അഭിനയമല്ല, യഥാർത്ഥത്തിൽ കരയുന്നത് തന്നെയാണ്. കാരണം പുള്ളിക്ക് അഭിനയിക്കാൻ അറിയില്ല. ഈ രീതിയിലും ആൾക്കാർ ഊക്കുന്നുണ്ട്. സത്യത്തിൽ ആ ഒരു വീഡിയോ ഞാൻ കണ്ടപ്പോൾ, എനിക്കത് കണ്ടപ്പോൾ പുള്ളി അത് ഭയങ്കര ജെന്യൂനായിട്ട് വിഷമിക്കുന്നത് പോലെയാണ് ഫീൽ ചെയ്തത്. ഈ മീഡിയാസിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൊട്ടിക്കരയേണ്ട ആവശ്യമുണ്ടോടെ? അവർക്ക് അത്ര ചങ്ക് പൊട്ടിക്കുമ്പോഴാണ് ആണുങ്ങൾ പൊതുവെ ഇങ്ങനെ പൊട്ടിക്കരയാറുള്ളത്. ടിനി ടോമിന് ഇങ്ങനെ ഒരു അവസ്ഥയിൽ വേറെ ഒരു രീതിയിലും നമ്മൾ കണ്ടിട്ടുമില്ല. സിനിമയിൽ പോലും പൊട്ടിക്കരയാത്ത മനുഷ്യനാണ്. സലീം കുമാർ ആണെങ്കിലും ടിനി ടോം ആണെങ്കിലും ഇവരൊക്കെ മിമിക്രിയിലൂടെ സിനിമയിലോട്ട് വന്ന ആളുകളാണ്. ഞാൻ ഒരു കമന്റ് വായിക്കാം. സലീം കുമാറിന്റെ ഒരു സുഹൃത്തിന്റെ ഒരു കമന്റ്. 1992 എറണാകുളത്ത് വെച്ച് നടന്ന മഹാത്മാഗാന്ധി സർവകലാ യുവജനോത്സവത്തിലാണ് സലീം കുമാർ എന്ന അനശ്വര കലാകാരനെ ഞാൻ ആദ്യമായി കാണുന്നത്. ഞാൻ മഹാരാജാസ് കോളേജിൽ BA പൊളിറ്റിക്സ് സയൻസ് 2ാം വർഷം പഠിക്കുമ്പോൾ സലീം കുമാർ BA മലയാളത്തിന് മഹാരാജാസ് ഈവനിംഗ് കോളേജിൽ നിന്നാണ് മത്സരത്തിന് എത്തിയത്. മിമിക്രിയിൽ 1ാം സ്ഥാനം നേടിയ സലീം കുമാറിന് അന്നത്തെ കോളേജ് പ്രിൻസിപ്പളായ ഭരതൻ സാറ് മുൻകൈ എടുത്ത് ഡേ കോളേജിൽ അഡ്മിഷൻ കൊടുത്തു. തുടർന്നുള്ള വർഷങ്ങളിൽ മോണോ ആക്ട് മിമിക്രി മത്സരങ്ങളിൽ മഹാരാജാസ് കോളേജിന് വേണ്ടി സലീം കുമാർ ഒട്ടേറെ സമ്മാനങ്ങൾ വാരിക്കൂട്ടി. എറണാകുളം കേന്ദ്രമാക്കി പല മിമിക്രി ഗ്രൂപ്പുകളിലും സലീം കുമാർ
നന്നായി പെർഫോം ചെയ്തു. അങ്ങനെയാണ് സലീം കുമാർ എന്ന കലാകാരൻ കൂടുതൽ തിളങ്ങിയത്. ഒരു വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ അതേ വിനയവും സൗഹൃദവും ദേശീയ അവാർഡ് നേടിയ ഒരു കലാകാരനായിട്ട് പോലും സലീം കുമാർ കാത്തു സൂക്ഷിച്ചു. അതാണ് സലീം കുമാർ എന്ന കലാകാരനെ കൂടുതൽ പ്രശസ്തനാക്കിയത്. പ്രിയ സുഹൃത്തിന് ഹൃദയപൂർവ്വം ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞ് പുള്ളിയുടെ കൂടെ കോളേജിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ കമന്റ് ആണത്. സോ ഞാൻ പറഞ്ഞു വന്നത്, ഇവരെല്ലാം ഈ ഒരു മിമിക്രി ഫീൽഡിൽ നിന്നാണ് സിനിമയിലോട്ട് വന്നത്. ടിനി ടോമും അത് തന്നെ. ടിനി ടോമിന്റെ മിമിക്രിയെ നമ്മൾ ഒരുപാട് കളിയാക്കിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം അത് വെച്ചിട്ടാണ് ജീവിതത്തിൽ രക്ഷപ്പെട്ടത്. ജനങ്ങൾ കളിയാക്കുന്ന അതേ മിമിക്രി വെച്ചിട്ട് തന്നെയാണ് പുള്ളി ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയും ആളുകൾ അദ്ദേഹത്തെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഒരു കാലത്ത് ഈ പറയുന്ന ടിനി ടോമിന്റെ മിമിക്രി നമ്മളെല്ലാം കണ്ട് ആസ്വദിച്ച് ചിരിച്ചവരാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് ടിനി ടോമിനേക്കാൾ നല്ല രീതിയിൽ മിമിക്രി അവതരിപ്പിക്കുന്ന ആളുകൾ വന്ന സമയത്ത് ടിനി ടോമിന്റെ പഴയ മിമിക്രി ഔട്ട്ഡേറ്റഡ് ആയി. പഴയ മിമിക്രിക്കാരെയൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഏതെങ്കിലും ഒരു ക്യാരക്ടർ, ഏതെങ്കിലും ഒരു സിനിമയിലെ മോഹൻലാലിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ എടുക്കും, അതിനകത്തൊരു ഡയലോഗ് എടുക്കും. ആ ഡയലോഗ് കാണാപ്പാടം പഠിച്ച് അതിന്റെ ഒരു സൗണ്ട് മോഡുലേഷൻ കുറച്ച് എക്സാജുറേറ്റഡ് ആയിട്ട് കാട്ടിയാണ് എല്ലാവരും, ഒരു 90-95% മിമിക്രിക്കാരും കാട്ടിക്കൊണ്ടിരുന്നത്. എല്ലാവരും വന്ന് പറയുന്നത് സെയിം ഡയലോഗ് ആയിരിക്കും, സെയിം കൈൻഡ് ഓഫ് ആക്ട് തന്നെ ആയിരിക്കും. അതും ഭയങ്കര ഓവർ എക്സാജുറേറ്റഡ് ആയിട്ടായിരിക്കും സംസാരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഈ മഹേഷ് ഒക്കെ മിമിക്രി ആയിട്ട് വന്നതിന് ശേഷം ആ ഒരു ശൈലി, ആ ഒരു പാറ്റേൺ തന്നെ മാറി. ഒരു ക്യാരക്ടറിന്റെ ഒരു ഡയലോഗ് അല്ല, അവർ ആ ഒരു ക്യാരക്ടറിനെ കംപ്ലീറ്റ് ആയിട്ട് ഏത് ഡയലോഗും കൊടുത്താലും അദ്ദേഹം പറയുന്ന രീതിയിൽ സംസാരിക്കുകയാണ്, ബിഹേവ് ചെയ്യുകയാണ്. ആ രീതിയിലോട്ട് മിമിക്രി വളർന്നു. അപ്പൊ നമ്മൾ ഇത് കണ്ടിട്ട് ടിനി ടോമിന്റെ മിമിക്രി കാണുമ്പോൾ നമുക്ക് തോന്നും, ഇവൻ എന്തുവാണ് ഈ കാണിക്കുന്നത്, ഇവന് വേറെ പണിയില്ലേ എന്ന് ആളുകൾ പറയും. ട്രോളുകൾ വരും, കളിയാക്കൽ വരും, വിമർശനം വരും. എന്നിട്ടും പുള്ളി നിർത്തില്ല, പുള്ളി ഈ പരിപാടി തുടരും. ഇപ്പോൾ റീസെന്റ് ആയിട്ട് അമ്മയ്ക്കുള്ളിൽ നടന്ന പ്രശ്നങ്ങൾ അൻസിബയായിട്ട്, അതിനകത്തൊരു വില്ലൻ റോളാണ് ടിനി ടോമിനുള്ളത്. ഇത്രയും നാൾ ആളുകൾ ഈ മിമിക്രിയുടെ കാര്യം പറഞ്ഞ് കളിയാക്കുമെങ്കിലും ടിനി ടോമിനോട് ഒരു ദേഷ്യം ആൾക്കാർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ അൻസിബയുടെ ഇഷ്യൂ വന്നതിന് ശേഷം ടിനി ടോം കുറേ കൂടെ എക്സ്പോസ്ഡ് ആയി, ഒരു വില്ലൻ സൈഡിലോട്ട് പോയി. ഇതെല്ലാം ജനങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ഒരു ദേഷ്യമാണ് ടിനി ടോം ഈ കരയുന്ന കാണുമ്പോഴും ഈ കമന്റ് സെക്ഷനിൽ കൂടെ ആളുകൾ ഇങ്ങനെ പറയുന്നതിന്റെ കാരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതത്ര ശരിയായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. സലീം കുമാർ എന്ന് പറയുന്ന വ്യക്തി ടിനി ടോമിന് ആരായിരുന്നു എന്നുള്ള കാര്യം ഈ കമന്റ് ഇടുന്നവർക്കോ ഈ വീഡിയോ കാണുന്നവർക്കോ നമുക്കോ ആർക്കും അറിയില്ല ഇവർ തമ്മിലുള്ള ആത്മബന്ധം എന്തായിരുന്നു എന്ന്. ടിനി ടോമിന്റെ ആ സമയത്തുള്ള മാനസികാവസ്ഥ എന്തായിരുന്നു എന്ന് നമുക്കറിയില്ല. എല്ലാവരും മനുഷ്യരാണ്. എത്ര ദുഷ്ടന്മാരാണെങ്കിലും അവർക്കും സന്തോഷവും സങ്കടവും വികാരവും എല്ലാം ഉണ്ട്. അത് നമ്മൾ റെസ്പെക്ട് ചെയ്യുക എന്ന് എനിക്ക് പറയാനുള്ളൂ. നമ്മൾ ബാക്കി സമയത്ത് ട്രോളുന്ന പോലെയല്ല. ഒരാൾ മരിച്ചു കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മുന്നിൽ നിന്ന് പൊട്ടിക്കരയുമ്പോൾ അത് വന്നിട്ട് ഇവൻ കള്ളനാണ്, ഇവന്റെ അഭിനയമാണ് എന്ന് പറയുമ്പോൾ അത് ഭയങ്കര വൃത്തിയായിട്ട പരിപാടിയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നേരത്തെ ജയറാമിന്റെ കാര്യം, ജയറാം പഴയ പല ഇന്റർവ്യൂവിലും ഈ പറയുന്ന പോലെ ഓവർ വിനയം, ഓവർ ആക്ടിങ് കാണിക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് വന്നത് പുള്ളി കാണിച്ചപ്പോൾ എനിക്കത് പുള്ളി നോർമലായിട്ട് ചെയ്യുന്ന പോലെയാണ് ഫീൽ ചെയ്തത്. പക്ഷെ പല ആളുകൾക്കും അത് വേറെ രീതിയിലാണ് ഫീൽ ചെയ്തത്. ബാക്കി എല്ലായിടത്തും ട്രോളുന്ന പോലെ അല്ല. ഒരാളെ കാണാൻ വരുന്ന സമയത്ത് അയാൾ മരിച്ചടക്കുമ്പോൾ അവരുടെ ഒരു വികാര പ്രകടനം കണ്ടിട്ട് അത് വെച്ചിട്ട് കളിയാക്കുന്നത്. ഇന്നലെ സലീം കുമാറിന്റെ മകൻ ചന്തു മീഡിയക്കാരോട് അല്ലെങ്കിൽ അവിടെ തടിച്ചുകൂടിയ ആളുകളോട് ഭയങ്കര ഒച്ചത്തിൽ ആക്രോശിക്കുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടതാണ്. അങ്ങോട്ട് മാറി നിൽക്കുക എല്ലാവരും എന്ന് പറഞ്ഞിട്ട്. അവന്റെ അച്ഛനാണ് മരിച്ചു കിടക്കുന്നത്. അതിന്റെ വിഷമം അവന് മാത്രമേ അറിയൂ. ചങ്ക് പൊട്ടി അവൻ ആ രീതിയിൽ സംസാരിച്ചതിന്റെ പേരിൽ ചന്തുവിനെ പോലും വിമർശിക്കാൻ ആളുകൾ ഉണ്ടായി എന്നുള്ളതാണ്. ഒരു കമന്റ് ഞാൻ വായിക്കാം. മാന്യമായിട്ട് തന്നെയാണ് കമന്റ് എഴുതിയിരിക്കുന്നത്, തെറിവിളി അല്ലെങ്കിൽ വേറെ കാര്യമൊന്നുമല്ല. പക്ഷെ കമന്റ് ഇങ്ങനെയാണ്, കേട്ടു നോക്ക്. ആൾക്കൂട്ടത്തിന്റെ എല്ലാ പ്രിവിലേജും ആസ്വദിച്ച് അല്ലേ ജീവിച്ച്, അപ്പോൾ മരിച്ചാലും അവർ വരും. അത് സ്നേഹം കൊണ്ടാണ്. തന്റെ അച്ഛൻ സ്റ്റാർ ആക്കിയ ജനം ആണെന്ന ബോധം ഈ ചന്തുവിനാണ് വേണ്ടത്. ഇദ്ദേഹം ഇവിടെ പറയുന്നത് ജനമാണ് സലീം കുമാറിനെ സ്റ്റാർ ആക്കിയത്, അവർ സ്നേഹം കൊണ്ട് കാണാൻ വരുന്നതാണ്. ആ ബോധം അവന്റെ അച്ഛൻ മരിച്ചു കിടക്കുന്ന സമയത്ത് വിഷമിച്ച് ചങ്ക് പൊട്ടി നിൽക്കുന്ന ചന്തുവിന് വേണം എന്നാണ് ഈ എഴുതിയ വ്യക്തി കമന്റ് സെക്ഷനിൽ പറയുന്ന കാര്യം. ഇതൊരു ഒഫൻസീവ് ആയിട്ടുള്ള കമന്റോ കാര്യങ്ങളൊന്നുമല്ല. ആ എഴുതിയ വ്യക്തി ആരാണോ നമുക്കറിയില്ല. ആ വ്യക്തി അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ പറഞ്ഞു എന്ന് മാത്രം. എന്നാൽ ഇതേ ഒപ്പീനിയൻ ഉള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഈ പർട്ടിക്കുലർ കമന്റ് ഞാൻ എടുത്തു വെച്ചത്. അവര് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം. ഒരു സ്റ്റാർ ആയതുകൊണ്ട് അല്ലെങ്കിൽ ജനങ്ങൾ ആ വ്യക്തിയെ സ്റ്റാർ ആക്കിയത് കൊണ്ട് അയാൾ മരിച്ചവിടെ ചിതയിൽ കിടക്കുന്ന സമയത്ത് ജനങ്ങൾ സ്നേഹം കൊണ്ടോ അല്ലാതെയോ ആവേശം കൊണ്ടോ എന്തുകൊണ്ടാണെങ്കിലും എന്ത് കാട്ടിക്കൂട്ടിയാലും അത് നോക്കി നിൽക്കേണ്ട ആവശ്യം അവിടെ ആർക്കും ഇല്ല. പ്രത്യേകിച്ച് സലീം കുമാറിന്റെ പ്രിയപ്പെട്ടവർക്ക്. ഈ സലീം കുമാറിനെ സ്റ്റാർ ആക്കിയത് അല്ലെങ്കിൽ ഒരു നടനാക്കിയത് ഒരുത്തനും വീട്ടിൽ പോയിട്ടൊന്നുമല്ല. വർഷങ്ങളായി കഠിനാധ്വാനം ചെയ്ത് 100 കണക്കിന് സിനിമകളിൽ അഭിനയിച്ച്
തന്റെ കഴിവ് തെളിയിച്ച് ജനങ്ങളെ കരയിപ്പിച്ച് ചിരിപ്പിച്ച് അവരുടെ ഉള്ളിൽ കയറിയിരുന്ന വ്യക്തിയാണ് സലീം കുമാർ. അല്ലാതെ ഒരുത്തനും സ്വയം പിടിച്ചെന്ന ജനങ്ങൾ തോളി കയറ്റിക്കൊണ്ടിരുത്തിയ വ്യക്തിയല്ല. കഴിവുകൊണ്ട് കയറി വന്നതാ, മെറിറ്റിൽ കയറി വന്നതാ. ഒരുത്തന്റെ തന്തയും വലിയ നടനായതിന്റെ പേര് കയറി വന്നവനല്ല. അയാൾ നമ്മളെ ചിരിപ്പിച്ചത് കൊണ്ടാണ്, നമ്മുടെയൊക്കെ ഇമോഷൻസിനെ തൊടുന്ന രീതിയിൽ അഭിനയിച്ചത് കൊണ്ടാണ് ആ വ്യക്തിയെ നമ്മൾ അംഗീകരിച്ചത്. ഇവന്റെ അഭിനയം മോശമാണെങ്കിൽ എടുത്ത് വെളിയിൽ കളയത്തില്ലേ? ചവിട്ടി തേച്ചേനെ വെച്ചോണ്ടിരിക്കുവോ മലയാളികൾ? ഇല്ല. കസേര ഇട്ടുന്ന മോനെ നീ ഇവിടെ ഇരിയടാ എന്നും പറഞ്ഞ് ഇരുത്തുവോ? ഇരുത്തത്തില്ല, എടുത്ത് വെളിയിൽ കളയും. കഴിവില്ലെങ്കിൽ മലയാളികൾ ആ ഒരു സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റാർ ആക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കഴിവിനുള്ള അംഗീകാരമാണത്. പുള്ളിക്ക് ആ രീതിയിലുള്ള കഴിവില്ലെങ്കിൽ ഇപ്പൊ ടിനി ടോം അനുഭവിക്കുന്ന പോലെ കളിയാക്കലുകൾ, ട്രോളുകൾ ഏറ്റുവാങ്ങേണ്ടി വന്നേനെ. ഇന്നേ വരെ സലീം കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി തന്റെ അഭിനയത്തിന്റെ പേരിലോ തന്റെ കോമഡികളുടെ പേരിലോ ഒരു വിമർശനം കേൾക്കുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അദ്ദേഹത്തോട് വ്യക്തിവിദ്വേഷമുള്ള ആളുകൾ പറഞ്ഞു നടക്കുന്നുണ്ടായിരിക്കും, അതല്ല. അല്ലാതെ സാധാരണക്കാരായിട്ടുള്ള അൺബയസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾ അദ്ദേഹത്തിന്റെ അഭിനയത്തിന്റെ പേരിൽ വിമർശിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. അദ്ദേഹത്തിന്റെ കോമഡി എന്ത് വളിപ്പാണെന്ന് പറയുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പല സിനിമകളിലും ഈ സുരാജ് വെഞ്ഞാറമൂടിന്റെ ഒക്കെ പഴയ കോമഡികളെ കണ്ടിട്ട് നമ്മൾ പറയാറുണ്ട്, ഇയാൾ കോമഡി കാണിച്ചങ്ങ് വെറുപ്പിക്കുകയാണ്. പക്ഷേ സലീം കുമാറിന്റെ സീരിയസിൽ ഞാൻ ഇതുവരെ ആ ഒരു രീതിയിലുള്ള ഒരു സംസാരം ആളുകൾ സംസാരിക്കുന്നത് കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യട്ടോ. സോ ഈ പറയുന്ന ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം ഒരു സ്റ്റാർ മാത്രമല്ല, ഒരച്ഛനാണ്, ഭർത്താവാണ്, സുഹൃത്തുക്കളുടെ പ്രിയപ്പെട്ടവനാണ്. ഒരു സ്റ്റാറിനുപരി അങ്ങനെ ഒരുപാടാണ്. അദ്ദേഹം മരിച്ച സമയത്ത് ഈ പറയുന്ന ജനങ്ങളെക്കാൾ കൂടുതൽ ദുഃഖിച്ചതും നഷ്ടപ്പെട്ടതിന്റെ വേദന സഹിക്കുന്നതും സഹിച്ചുകൊണ്ടിരിക്കുന്നതും ഈ പറയുന്ന ആളുകളാണ്. അവരുടെ ഇമോഷൻസിനാണ് അവിടെ പ്രാധാന്യം. അതിനാണ് വില കൊടുക്കേണ്ടത്, അല്ലാതെ ജനങ്ങളുടെ സ്നേഹത്തിനല്ല. സ്നേഹമൊക്കെ വേണം അവരുടെ ഇമോഷൻസിന് പുറത്ത്. അതിന്റെ അകത്തോട്ട് കയറിയിട്ടുള്ള സ്നേഹം ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ ഒരു ജനവും കാണിക്കേണ്ട ആവശ്യമില്ല. ഈ കാര്യങ്ങളും മനസ്സിലാക്കാതെ ജനങ്ങളും ഈ പറയുന്ന മീഡിയകളും ഒക്കെ തള്ളി അവരുടെ നെഞ്ചത്തോട്ട് കയറാൻ വന്ന സമയത്ത് ആ ചെറുക്കൻ പ്രതികരിച്ചതാണോ കുറ്റമായി പോയത്? അതിനകത്ത് ഒരു തെറ്റുമില്ല. അവൻ ചെയ്തത് 100 അല്ല 150% ശരിയായിട്ടുള്ള കാര്യമാണ്. ആ ഒരു അവസ്ഥയിൽ ചങ്ക് പൊട്ടി നിന്ന് കരയുന്ന അവസ്ഥയിൽ അവൻ അങ്ങനെ പ്രതികരിക്കണമെങ്കിൽ അവന്റെ മാനസികാവസ്ഥ നിങ്ങൾ ഈ പറയുന്ന ആളുകളൊന്ന് ചിന്തിച്ചു നോക്കും. നമുക്ക് ആ ഒരു അവസ്ഥ വരുമ്പോഴേ അതൊക്കെ മനസ്സിലാക്കത്തുള്ളൂ. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ കാര്യമല്ല, വർഷങ്ങളായിട്ട് ഒരു നടൻ മരിക്കുമ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കുറച്ച് നാൾക്ക് മുമ്പുള്ള ഒരു ഇന്റർവ്യൂവിൽ മനോജ് കെ ജയൻ, നമ്മുടെ പൃഥ്വിരാജിന്റെ അച്ഛനായിട്ടുള്ള സുകുമാരൻ മരിച്ച സമയത്തുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. ഞാൻ ആ ഒരു വീഡിയോ ഒന്ന് വെക്കാം. ഭയങ്കര ജനക്കൂട്ടമാണ്. ഓരോ മമ്മൂട്ടി വരുന്നു, മോഹൻലാൽ വരുന്നു, ആൾക്കാർ ആരവും ബഹളവും ആണ്. ആളുകൾക്ക് ഈ മരണ വീടാണോ അതൊന്നും അറിയില്ല, ഭയങ്കര ബഹളമല്ല. ഇവരെ കാണുന്ന ആരാധന കൊണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഇറങ്ങി ബോട്ടിയുടെ എത്തിയപ്പോ ഇന്ദ്രൻ ഇങ്ങനെ നോർമലി എല്ലാരെയും വിഷ് ചെയ്യുന്നുണ്ട്. പൃഥ്വിരാജ് ഇങ്ങനെ ഈ ആയിരുന്നു ഇപ്പൊ ആരും നോക്കുന്നുമില്ല. ഒരു സ്പെക്സ് വെച്ചിട്ടുണ്ടെന്ന് കണ്ണാടി ഇങ്ങനെ നിൽക്കുന്നു. ഞാനിത് മൈ സ്റ്റോറിയുടെ സെറ്റിൽ വെച്ച് ഈ ഇൻസിഡന്റ് എടുത്തിട്ടു. ഞാൻ പറഞ്ഞു, മോനെ രാജു, ഞാൻ നിന്നെ ആദ്യം കാണുന്നത് സുഖേട്ടന്റെ മൃതശരീരത്തിന്റെ അരികിലാണ്. അപ്പൊ അന്ന് ഞാനൊരു ചോദ്യം ചോദിക്കണം. ഇന്ദ്രൻ ഒന്ന് വളരെ ലൈവായിട്ട് വരുന്നവരെയൊക്കെ വിഷ് ചെയ്തൊക്കെ നിൽക്കുന്നുണ്ട്, നീ മാത്രം എന്ത് ഇങ്ങനെ നിന്ന് ആരെയും മൈൻഡ് ചെയ്യാതെ നോക്കി? ചേട്ടൻ ഒന്ന് ഓർക്കുന്നുണ്ടോ, ഓരോ ആർട്ടിസ്റ്റ് വന്ന് ഇറങ്ങുമ്പോഴും എന്റെ അച്ഛൻ അവിടെ മരിച്ചെടുക്കുന്നത്, മമ്മൂക്ക വരുന്നില്ല, ആരായിട്ടും വരുന്നത്, ഇവിടുത്തെ എല്ലാവരും ആൾക്കാർ ഓരോ ആരവാണ് ആൾക്കാർ പറഞ്ഞ് ഭയങ്കര ബഹളം. എന്തൊരു ആളുകളാണിത്. ഒരു ബോഡി അവിടെ കിടക്കുന്നത്, എന്റെ അച്ഛനാണ് കിടക്കുന്നത്. അപ്പൊ ഈ ആളുകളുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് ഞാനങ്ങ് വെറുത്ത് നിന്നാണ്. അതാണ് ഞാൻ ആരെയും മൈൻഡ് ചെയ്യാതെ വന്നത്. വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും ആ ഒരു നിലപാട് എല്ലാ കാലത്തുമുള്ള ആക്ടർ മനുഷ്യൻ ആണ് പൃഥ്വിരാജ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആക്ടറാണ്. പൃഥ്വിരാജിന്റെ ഇന്ദ്രജിത്തിന്റെ അച്ഛൻ സുകുമാരൻ മരിക്കുന്നത് 1997 ജൂൺ 16 ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പല പിള്ളേരും അന്ന് ജനിച്ചിട്ട് പോലും ഉണ്ടായിരിക്കില്ല. എനിക്കത് 4 വയസ്സ്. പുള്ളി ഈ പറഞ്ഞ കാര്യം കഴിഞ്ഞിട്ട് 29 വർഷമായി. എന്നിട്ടും നമ്മുടെ ജനങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ല. ചെറിയൊരു മാറ്റം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഓൺലൈൻ മീഡിയാസ് ഉണ്ടായിരുന്നില്ല. ഇന്ന് അവരുടെ ഒരു കടന്നുകയറ്റലും കൂടെ ഉണ്ട്. ബാക്കിയല്ല ഏതാണ്ട് അതുപോലൊക്കെ. ഇതിന്റെ ഒരു ഭീകര വെർഷനാണ് ഇപ്പൊ കഴിഞ്ഞ ശ്രീനിവാസന്റെ മരണത്തിന്റെ സമയത്താണെങ്കിലും ഈ സലീം കുമാറിന്റെ മരണത്തിന്റെ സമയത്താണെങ്കിലും നമ്മൾ കണ്ടത്. ഇതിന്റെ ഭീകര വെർഷൻ ഇത് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കാണുന്ന ജനങ്ങളടുത്ത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അവർ താരങ്ങളായിരിക്കാം. അവരെ കാണുമ്പോൾ ആർപ്പ് വിളിക്കുന്നതും പൊന്നാട അണിയിക്കാൻ ചെല്ലുന്നതും കൈ കൊടുക്കാൻ ചെല്ലുന്നതും എന്തിനു കൂടുതൽ പറയണം, അവരെ കാണുമ്പോൾ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കുന്നത് പോലും അവരുടെ പ്രിയപ്പെട്ടവർ മരിച്ചു കിടക്കുന്ന സമയത്ത് ചങ്ക് പൊട്ടി അവരെ കാണാൻ വേണ്ടി വരുന്ന സമയത്തായിരിക്കരുത്.
ബാക്കി സമയങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ സമയത്ത് നിങ്ങൾ ഇങ്ങനെ ബിഹേവ് ചെയ്യും, അത് പിന്നെയും അക്സെപ്റ്റബിളാണ്. ഈ ഒരു സമയത്ത് എല്ലാവരും അത്രയും വിഷമത്തിലിരിക്കുന്ന സമയത്ത് നമ്മുടെ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ആ തരത്തിലുള്ള ഒരു ബിഹേവിയർ വെറും ഷെയിംഫുൾ ആണ്, നാണം കെട്ട പ്രവൃത്തിയാണ്. ഇന്നലെ ദിലീപ് അവിടെ നിൽക്കുകയാണ്. ദിലീപ് നിൽക്കുന്ന സമയത്ത് ഒരുത്തൻ ബാക്കിൽ കൂടെ കൈയിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വരുന്നു. ആ സമയത്ത് ദിലീപിന്റെ മുഖം കാണണം. ഇവന് ബോധം ഉണ്ടോന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ വല്ല മാനസിക പ്രശ്നമുള്ളവനാണോന്നും അറിയത്തില്ല, ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വരിക. ഇതുപോലെ കുറെ എല്ലാവരും വരുമ്പോഴും എല്ലാവരും ക്യാമറയും തൂക്കി പിടിച്ചാണ് ഫോട്ടോ എടുക്കാൻ. മോശം. സീരിയസ്ലി കുറച്ച് മനുഷ്യത്വം കാണിക്കുക, അതേ പറയാനുള്ളൂ. കൂടുതലൊന്നും പറയാനില്ല.